ഹലോ ഹായ് നമ്മൾ ഇന്ന് സേലത്തെ എരുമൈപ്പാളയത്തിലുള്ള ശ്രീ രാമാനുജർ ടെമ്പിളിലേക്കാണ് പോകാൻ പോണത്. 2017 നിർമ്മിച്ച ഈ ക്ഷേത്രം പാറക്കുന്നുകളുടെ നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണിയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. ഈ ക്ഷേത്രത്തിൽ മുതിർന്നവർക്ക് 10 രൂപയാണ് എൻട്രി ഫീസ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിക്കാണും ക്ഷേത്രത്തിൽ കയറുന്നതിന് എന്തിനാണ് എൻട്രി ഫീസ് എന്ന്. ഈ കാണുന്നതൊക്കെയാണ് അതിന് കാരണം. ഇതിൻ്റെ അകത്തൊരു പാർക്കുണ്ട്. ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ ഒരു പാർക്ക് കാണുന്നത്. പാർക്കിന് തൊട്ടരികിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാർക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് അമ്പലത്തിന്റെ ഒരു വശം ഫുള്ളായിട്ട് കാണാം. ഈ ക്ഷേത്രത്തിനുള്ളിലായിട്ട് ഒരു കാലിത്തൊഴുത്തുണ്ട്. ഇതുപോലെ ഇതിന് വശങ്ങളിലായിട്ട് ഡ്രെയിനേജ് സംവിധാനമൊക്കെ കാണാം. ഈ അമ്പലത്തിന് ചുറ്റിനും ദശാവതാര പ്രതിഷ്ഠകളും ഉണ്ട്. ഒരു രാജകൊട്ടാരത്തോട് സാദൃശ്യമുള്ള ഒരു നിർമ്മിതിയാണ് ഇതിനുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ ഏതാണ്ട് ബാഹുബലി സിനിമയിലെ കൊട്ടാരമാണ് ഓർമ്മ വന്നത്. നമ്മൾ വന്നത് സന്ധ്യ സമയത്തായതുകൊണ്ട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന അമ്പലം നമുക്ക് കാണാൻ പറ്റി. 18 അടിയോളം ഉയരമുള്ള ഇവിടുത്തെ രാമാനുജർ പ്രതിഷ്ഠയ്ക്ക് തെക്ക് ദർശനമാണ് ഉള്ളത്. ഇതുപോലത്തെ മിനാരങ്ങൾ ക്ഷേത്രത്തിന് മുകളിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് 4 വശത്തായിട്ടും കാണാം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമാണ് ക്ഷേത്ര ദർശന സമയം. നമുക്ക് ഇതാണ് ഇവിടുന്ന് പ്രസാദമായിട്ട് കിട്ടിയത്. ഇതോടൊപ്പം കൽക്കണ്ടും ഉണ്ടായിരുന്നു. രാമാനുജർ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഒരു രൂപമാണ്. അതുകൊണ്ടാണ് ഇവിടെ ചുറ്റിനും ദശാവതാര പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലായി ഇതുപോലത്തെ ചില അതിഥികളെയും നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിലെ സ്നാക്ക് ബാർ ആണ്. ഇവിടെ ഇതുപോലുള്ള പൊടികൾ, അച്ചാറ് ഒക്കെ വിൽക്കുന്നുണ്ട്. എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ചെമ്പരത്തിപ്പൂവിന്റെ ബിസ്ക്കറ്റാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രിസർവേറ്റീവ് ഒന്നും അധികം ചേരാത്ത ബിസ്ക്കറ്റാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിൽ കണ്ടത്. ഇതുകൂടാതെ ഇവിടെ ചീര കൊണ്ടുള്ളത്, തുളസി, നവധാന്യം ഇതിന്റെയൊക്കെ ബിസ്ക്കറ്റ് ഉണ്ട്. കണ്ടാൽ അരവണ പോലെ ഇരിക്കുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ മേടിച്ചത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ അതിഥികൾക്ക് യാത്ര പറഞ്ഞു ഏകദേശം ഒരു 7 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു.